ശരി, അതെ, ശരി. വസന്ത് മറ്റൊരു കാര്യമുണ്ട്. ഇതിനെല്ലാം അംഗീകാരം കിട്ടുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ വെള്ളം കോരിയിട്ട് എന്തായി? ഇപ്പോൾ ശബരിമല വിഷയത്തിൽ തന്നെ നിങ്ങളുടെയും NSSന്റെയും നിലപാട് ഒന്ന് തന്നെയായിരുന്നു. NSS നിങ്ങളെ കൈയൊഴിഞ്ഞു. ആരോടൊപ്പം കൂടി? സർക്കാരിനൊപ്പം കൂടി. മാതാ അമൃതാനന്ദമയ്യെ സർക്കാർ ആദരിക്കുമ്പോൾ സർക്കാർ ആ നിലപാട് മാറ്റിയതിനെ അംഗീകരിക്കുന്നു മാതാ അമൃതാനന്ദമയി മഠം. അങ്ങനെ ഓരോ പ്രശ്നത്തിലും നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ്, കളത്തിന് വെളിയിലായി പോവുകയാണ്. ആത്യന്തികമായ ലക്ഷ്യം ഹിന്ദു വോട്ടുകളുടെ സമാഹരണമാണ്, ആണല്ലോ, സംശയമില്ലാത്ത കാര്യമാണ്. അതിലും നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും. NSS ജനറൽ സെക്രട്ടറി ഒക്കെ ഇന്ന് പറയുന്നത് കേട്ടില്ലേ? നിങ്ങളെ പുച്ഛിച്ച് തള്ളിക്കളയുകയാണ്. എന്റെ മഞ്ജുഷ്, ശബരിമല സമരം നടന്ന സമയത്ത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും പറഞ്ഞത് ഇതാ BJP ഇതിന്റെ ഫ്രൂട്ട് ഏൺ ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറേയേറെ സർവേകൾ നടത്തി പത്തനംതിട്ട അടക്കം BJP ജയിക്കും എന്ന് പറഞ്ഞു. അതായത് സമരരംഗത്ത് അവരായിരുന്നു. മെയിൻ ആയിട്ടും സമര കോലാഹലങ്ങൾ നടത്തിയത് BJP ആണ് എന്ന് വരുത്തി തീർത്തു. പക്ഷേ കോൺഗ്രസ് സമരരംഗത്തും ഉണ്ടായിരുന്നു, നിയമവേദിയിലും ഉണ്ടായിരുന്നു. നിയമപരമായി അന്ന് കോടതിയിൽ പോയത് NSSും കോൺഗ്രസുമാണ്. റിസൾട്ട് വന്നപ്പോൾ എന്തായി? വിശ്വാസികൾ, ജനങ്ങൾ പത്തനംതിട്ട അടക്കമുള്ള സീറ്റുകളിൽ ഞാൻ വോട്ട് ചെയ്യുന്ന ലോക്സഭാ മണ്ഡലമാണ്. പത്തനംതിട്ട അടക്കമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ 19 സീറ്റ് തന്നാണ് കോൺഗ്രസിന്റെ അന്നത്തെ നിലപാടിനെ ജനങ്ങൾ ശ്ലാഘിച്ചത്. നേതാക്കന്മാരല്ല, സമുദായ സംഘടനകളല്ല, ഇവിടുത്തെ വിശ്വാസികൾ, ജനങ്ങൾ. അത് 2026 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒരു കാര്യം, ശ്രീ ജയരാജിനോട് എനിക്കൊരു സഹായം വേണം. അതായത് ഈ ഹോളി ഹെൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു വിദേശ വനിത വെളിയിൽ ഇറങ്ങി വന്ന്, അതായത് മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വന്ന് അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് ആ പുസ്തകം ഇവിടെ സംഘപരിവാർ കത്തിച്ചു കളയുകയും അതിനുശേഷം ജോൺ ബ്രിട്ടാസ്, ഇന്നത്തെ ഇവരുടെ MP, അന്നത്തെ കൈരളി ചാനലിന്റെ ഹെഡ്, അദ്ദേഹം നേരിട്ട് ഇംഗ്ലണ്ടിൽ പോയി ഒരു ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തിരുന്നു. ആ ഇന്റർവ്യൂവിന്റെ പ്രദർശനം DYFI എല്ലാ കോണുകളിലും വലിയ LCD പ്രൊജക്ടറുകൾ വെച്ചെന്ന് നടത്തി. അതിനോടൊപ്പം തന്നെ അന്ന് DYFI ഈ ഹോളി ഹെൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ, അതായത് മാതാ അമൃതാനന്ദമയി നടത്തുന്നത് സെക്സ് ടൂറിസം ആണെന്നും അവിടെ ഈ പറയുന്ന നാർക്കോട്ടിക് ടൂറിസമാണ് നടക്കുന്നത് എന്ന് ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം, ആ പുസ്തകം സംഘപരിവാർ കത്തിച്ചു കളഞ്ഞപ്പോൾ DYFI ആണ് അതിന്റെ വിതരണം ഏറ്റെടുത്തത്. കേരളത്തിൽ എല്ലായിടത്തും കൊടുത്തു. ഞാനത് വായിച്ചിട്ടില്ല. ഇപ്പോഴും DYFI വിതരണം നടത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ജയരാജ്, വായിക്കാൻ വേണ്ടിയാണ്, എനിക്ക് അതിനോട് താതാമ്യപ്പെടാനല്ല, ഒന്ന് വായിക്കാൻ വേണ്ടി DYFIയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നിന്ന് എന്റെ അഡ്രസ്സിലേക്ക് ആ പുസ്തകം ഒന്ന് അയച്ചു നൽകുമല്ലോ എന്ന് ഞാൻ അങ്ങയോട് ആദരപൂർവ്വം ചോദിക്കുകയാണ്. ഇനി നിങ്ങൾ അതിന്റെ വിതരണം നടത്തി തൽക്കാലം നിങ്ങൾ മാതാ അമൃതാനന്ദമയി ഒരു പുണ്യജന്മം എന്ന പുസ്തകമാണ് പറയട്ടെ, അതാണ് വിതരണം ചെയ്യുന്നത്. അത് അയച്ചാലും ഒരു കാര്യം കൂടി, ഒരു മറുപടി പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ് വസന്ത്, ഒറ്റ കാര്യം മറുപടി എന്ന് പറഞ്ഞോട്ടെ. ഈ ചോദിച്ചതിന് ഒരു മറുപടി ഓക്കെ. ഇതിനകത്ത് ഈ ഗേൾ ട്രേഡ്മെന്റിലെ പുസ്തകം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സ്ഥലത്തും പരാമർശിക്കുന്നില്ല അവിടെ സെക്സ് ടൂറിസം ആണ് നടക്കുന്നത്, നാർക്കോട്ടിക് ടൂറിസം ആണ് നടക്കുന്നതെന്ന് ഒരു സ്ഥലത്തും ജോൺ ബ്രിട്ടാസിന്റെ ആ ഇന്റർവ്യൂ അടങ്ങിയ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകത്തിൽ പറയുന്നില്ല. അതിനകത്ത് അമൃത സ്വരൂപാനന്ദയെ കുറിച്ചാണ് ഒരു പരാമർശമുള്ളത്. അമൃത സ്വരൂപാനന്ദയെ കുറിച്ച് മാത്രമാണ് അവർ എഴുതിയിട്ടുള്ളത്. അമൃതാനന്ദമയെ കുറിച്ച് ഒരു വേർഡ് പരാമർശം പോലും ആ പുസ്തകത്തിലില്ല. ഞാൻ വായിച്ച പുസ്തകമാണത്. അങ്ങ് ഐക്യമല്ലോ അല്ലേ? അത് ക്ലിയർ വിതരണക്കാരായിരുന്നു. ഇപ്പൊ അതാണോ അതോ മാതാ അമൃതാനന്ദമയി പുണ്യജന്മം ഏതാണ് വിതരണം ചെയ്യുന്നത്? തീർച്ചയായിട്ടും എല്ലാ ലൈബ്രറികളിലും ഉണ്ടെന്നേ, എല്ലാ ലൈബ്രറികളിലും പുസ്തകമുണ്ട്. എല്ലാ ലൈബ്രറിയിലും ഉണ്ട്. അടുത്ത കാര്യം ശ്രീ മഞ്ജുഷ്, തീർച്ചയായും കമ്പ്യൂട്ടറിന്റെ അടക്കം കാര്യങ്ങളിൽ, ശബരിമല അടക്കമുള്ള കാര്യങ്ങളിൽ CPM നിലപാട് മാറ്റിയപ്പോൾ നമുക്കറിയാം ഇവർക്ക് ബൾബ് കത്താൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ആത്യന്തികമായി എത്ര സമയം കൊണ്ടാണ് ഇവർക്ക് ബൾബ് കത്തുന്നത് എന്നതിൽ നമുക്കൊരു അടിസ്ഥാനപരമായ രേഖയോ ഒരു ബെഞ്ച് മാർക്കോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് തൊട്ട് അതുണ്ട്. കൃത്യം 25ാമത്തെ വർഷം ഇവർക്ക് ബൾബ് കത്തും, 25ാമത്തെ വർഷം ഇവർക്ക് വെളിപാടുണ്ടാകും, 25ാമത്തെ വർഷം ഇവരെടുത്ത നിലപാട് മാറ്റും. അത് കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലാവട്ടെ, അത് മെട്രോയുടെ കാര്യത്തിലാവട്ടെ, മാതാ അമൃതാനന്ദമയുടെ കാര്യത്തിലാവട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൃത്യം 25ാമത്തെ വർഷം തലയ്ക്ക് മുകളിൽ ആപ്പിളിന് പകരം തേങ്ങ വീണ് ഇവർക്ക് മൂളിയുണ്ടായി, ഇവർക്ക് വിവരമുണ്ടായി, ജ്ഞാനോദയമുണ്ടായി, ഇവർ നിലപാട് മാറ്റും എന്ന് ഇനി വരുംകാല നിലപാടുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നിലപാട് മാറുന്നത് നല്ലതല്ലേ? നിലപാട് മാറ്റം വരുത്തുന്നത് നല്ലതല്ലേ? അതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന്. അതെ, മാറ്റമില്ലാത്ത മാറ്റത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞത് ഗോവിന്ദൻ അല്ല, അത് മാർക്സ് ആണ് പറഞ്ഞത്. അല്ല, ഗോവിന്ദ മാഷ് എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം താത്വികാചാര്യനാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം ഈ എടുത്തു പറയുന്നുണ്ട്. അതെ അതെ മഞ്ജുഷ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. നാളെ ഇവര് ഭഗവത് ധ്വജ ഉയർത്തി നമസ്തേ സദാവത്സലേ മാതൃഭൂമിയും ചിലപ്പോ പാടിയെന്ന് വരും.
അല്ല, മാറ്റത്തിന് മാത്രമാണല്ലോ. അല്ല ഷാഹു പ്രസാദ്, അത് ഇവർ രഹസ്യമായി പണ്ട് അദ്വാനിക്കൊപ്പം മത്സരിച്ച കാലം തൊട്ടേ പാടുന്നതാണ്, പരസ്യമായി പാടുന്നത് എന്നാണ് എനിക്കറിയില്ല. നല്ല പണ്ട് തൊട്ടേ പാടുന്നതാണ് ശ്രീ ഷാഹു പ്രസാദ്. അതുകൊണ്ട് അത് പുതിയ കാര്യമൊന്നുമില്ല. ഞാൻ അതിന് മറുപടി പറഞ്ഞോട്ടെ ഒരു മിനിറ്റ്. ഷാബു പ്രസാദ് രണ്ടാമത്തെ പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഷാബു പ്രസാദ് രണ്ടാമത്തെ പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടാണ് ഈ ഭഗവത്ഗീത എടുക്കുന്നതും പിന്നെ വേറെ എന്താണ്ട് പ്രതിജ്ഞ ചൊല്ലുന്നതും മാതൃഭൂമി പ്രതിജ്ഞ കണ്ട് ചൊല്ലുകയും ചെയ്യുമെന്നാണല്ലോ താങ്കളുടെ അവകാശവാദം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, BJP-ക്കാർ ഹിറ്റ്ലറിന്റെ കണക്കുള്ള ഇവിടെ സ്വേച്ഛാധിപത്യം പ്രഖ്യാപിച്ച് നമ്മളെല്ലാം ഗ്യാസ് ചേമ്പറിലോട്ട് അയച്ചാൽ പോലും ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരാളും താങ്കളുടെ ഈ ഫാസിസ്റ്റ് മതവർഗീയ ആശയത്തോട് യോജിച്ചു പോകാൻ പോകുന്നില്ല. അങ്ങനെ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ കേട്ടോ. അതിന് ചിലപ്പോ താങ്കൾക്ക് ഒരു ഏഴ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ഒരു 117 കോൺഗ്രസ് MP-മാരെയും 244 MLA-മാരെയും ചിലപ്പോ കിട്ടുമായിരിക്കും. 244 MLA-മാരെയും കോൺഗ്രസ് ഈ ബൾബ് കത്തുന്നതിനേക്കാളും വളരെ പെട്ടെന്ന്, ട്യൂബ് ലൈറ്റ് കത്തുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് പ്രകാശിക്കുന്ന ബൾബുള്ള കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ആ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ കിട്ടിയേക്കും. അങ്ങനെ ഒരു 6-7 മുഖ്യമന്ത്രിമാരെയും മുൻ മുഖ്യമന്ത്രിമാരെയും 117 MP-മാരെയും 244 MLA-മാരെയും ചിലപ്പോ അങ്ങനെ പെട്ടെന്ന് ബൾബ് കത്തുന്ന, സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്ന പോലെ കത്തിച്ചങ്ങ് കൊണ്ടുപോകാൻ ചിലപ്പോൾ പാടുമായിരിക്കും. അല്ലെങ്കിൽ ഓപ്പറേഷൻ താമര വഴി കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പക്ഷേ CPM-കാരനെയോ ഇടതുപക്ഷക്കാരനെയോ അതിന് കിട്ടുമെന്ന് താങ്കൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ട ഷാബു പ്രസാദ്. ഈ ജനസ് വേറെയാണ്, ഈ ജനസ് വേറെയാണ്. താങ്കളിന് എത്ര പുലഭ്യം പറഞ്ഞാലും എത്രയൊക്കെ ഇറിറ്റേറ്റഡ് ആയാലും ഇവിടുന്ന് ഒരാളിനെ പോലും കിട്ടാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെയല്ല കേട്ടോ ഷാബു അങ്ങനെ ലഘൂകരിച്ച് കാണേണ്ട, അങ്ങനെ ലഘൂകരിക്കുകയും പരിഹസിക്കുകയും ചെയ്യേണ്ട ശ്രീ ഷാബു പ്രസാദ്. വാസ്തവം താങ്കൾക്കറിയാം എന്തിനു വേണ്ടിയാണ് ഈ പുറപ്പാട് എന്നുള്ള വാസ്തവം താങ്കൾക്കറിയാം. ഇത് 2026 ലക്ഷ്യമിട്ട് 3ാം ഭരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണെന്നറിയാം. അതിന് അംഗീകാരം കിട്ടുന്നുണ്ടെന്നും താങ്കൾക്കറിയാം. അതുകൊണ്ടാണല്ലോ NSS-ഉം SNDP-യും ഒക്കെ സർക്കാരിനൊപ്പം ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ ദൗർബല്യമൊക്കെ അവിടെയുണ്ട്. അതുതന്നെയാണ് അതിലേക്കുള്ള പോക്കിൽ ഇപ്പോൾ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല, കാര്യങ്ങൾ ഉദ്ദേശ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുതന്നെയാണ് ഈ അമൃതാനന്ദമയി എപ്പിസോഡിന് പിന്നിലും.